നിയമലംഘനങ്ങളുടെ പേരിൽ നിരന്തരം വാർത്തകളിൽ ഇടം നേടിയ റോബിൻ ബസ് വീണ്ടും നിയമക്കുരുക്കിലായിരിക്കുകയാണ്. ഈ മാസം പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയ ബസ് റോഡ് ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് തമിഴ്നാട് RTO കസ്റ്റഡിയിലെടുത്തു. ബസ് ഉടമയായ ഗിരീഷ് തങ്ങളുടെ ബസ്സിന് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നും അതിനാൽ നിയമലംഘനം നടത്തിയിട്ടില്ലെന്നും വാദിച്ചുകൊണ്ട് ഈ നടപടിയെ ശക്തമായി എതിർത്തു. നിയമപരമായി കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഭവം റോബിൻ ബസുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പെർമിറ്റ് ടാക്സ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ സമയം നിയമപ്രശ്നങ്ങളിൽപ്പെട്ട റോബിൻ ബസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 1.5 വർഷമായി ഇത് സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട്. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിരവധി തവണ ബസിനെതിരെ നടപടിയെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. തമിഴ്നാട് RTOയും നേരത്തെ ബസിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം പെർമിറ്റ് സംബന്ധമായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉപയോഗിച്ച് സ്റ്റേജ് കാരിയേഴ്സായി സർവീസ് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ ബസ് ഉടമ ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ലഭിച്ച ശേഷം തങ്ങൾക്ക് രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സർവീസ് നടത്താൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഈ തർക്കം നിയമപരമായി ഇപ്പോഴും തുടരുകയാണ്. ഈ വിഷയത്തിൽ മോട്ടോർ വാഹന നിയമങ്ങൾ ശ്രദ്ധേയമാണ്. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സാധാരണയായി ലഭിക്കുന്ന ടൂറിസ്റ്റ് പെർമിറ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാൻ മാത്രമാണ് അനുവദിക്കുന്നത്. സ്ഥിരം റൂട്ടുകളിൽ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഈ പെർമിറ്റിന്റെ പരിധിയിൽ വരുന്നില്ല. എന്നാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്നത് ഈ പരിമിതികളെ മറികടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർക്കിടയിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റോബിൻ ബസിന്റെ ഉടമ ഈ വാദം കോടതിയിൽ ഉയർത്തിപ്പിടിച്ചുവെങ്കിലും അധികൃതർ ഈ വാദം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല.